കേരളത്തിൽ LDF, UDF എന്നുള്ളതാണ് നില. നിങ്ങൾ പരസ്പരം പോരടിച്ച് തന്നെയാണ് നിൽക്കുന്നത്. സ്വാഭാവികമായും രാഷ്ട്രീയ മത്സരം ഉണ്ടാകും. അതിനപ്പുറത്ത് 28 പാർട്ടികളുടെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് കേരള മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമണം നടത്തുകയും കേരള മുഖ്യമന്ത്രി തിരിച്ച് അദ്ദേഹത്തെ ആക്രമിക്കുകയും ഇലക്ഷന്റെ നറേറ്റീവ് തന്നെ രാഹുൽ ഗാന്ധി വേഴ്സസ് പിണറായി വിജയൻ എന്ന് കേരളത്തിൽ മാറുകയും ഒക്കെ ചെയ്തത് ഗുണകരമായോ? നമ്മൾ ഈ സംസാരിക്കുന്ന രാത്രിയിൽ ഇടത് MLA PV അൻവറിനെതിരെ കേസെടുക്കാൻ രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചതിന് കോടതി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി പിണറായി വിജയൻ ഏറ്റുമുട്ടലായി ഈ തെരഞ്ഞെടുപ്പിനെ പരിമിതപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ സ്പിരിറ്റിന് ഗുണകരമായോ കേരളത്തിൽ? അഭിലാഷേ, രാഹുൽ ഗാന്ധി അങ്ങനെ അപമാനിക്കാൻ താങ്കൾ ശ്രമിക്കരുത്. രാഹുൽ ഗാന്ധി എവിടെ നിൽക്കുന്നു, പിണറായി വിജയൻ എവിടെ നിൽക്കുന്നു? ഇവിടെ വന്നിരുന്നങ്ങ് വിളമ്പുകയല്ലേ. ഞങ്ങൾ കർണാടകത്തിൽ ഒരു സീറ്റിൽ മത്സരിച്ചിട്ട് ബാക്കിയെല്ലാം പിന്തുണയ്ക്കുന്നു. നിങ്ങൾക്ക് ശക്തിയുള്ള പ്രദേശത്ത് നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങൾ ധാരണയിലെത്താതെ തന്നെ നിങ്ങൾ സ്വയം മത്സരിക്കുന്നു. ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് മത്സരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിന് പിന്തുണ നൽകുന്നു, ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് നിങ്ങളുടെ ഗതി, നിങ്ങളുടെ അവസ്ഥ. ആ അവസ്ഥ മനസ്സിലാക്കണം. അല്ലാതെ പുതിയ നറേഷനുമായിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോ സംസ്ഥാനത്തുമുള്ള നിങ്ങളുടെ കഴിവുകൾ ഞാൻ ചോദിക്കട്ടെ. LDF മുന്നണിയിൽ പോലും ഇവിടെ കേരള കോൺഗ്രസിൻ്റെ സീറ്റില്ലേ കോട്ടയത്ത്? UDF-ല്ലേ കേരള കോൺഗ്രസിന്? അത്തരത്തിലൊരു മുന്നണിയാണെങ്കിൽ, ഇന്ത്യ മുന്നണിയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ഒരു സീറ്റിന് പോലുമുള്ള യോഗ്യതയില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെലങ്കാനയിൽ സീറ്റില്ലാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആന്ധ്രയിൽ സീറ്റില്ലാത്തത്? നിങ്ങൾക്ക് അതിനുള്ള ശക്തി അവിടെ ഇല്ല. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണം ആദ്യം. നിങ്ങൾക്ക് എപ്പോൾ ബോധ്യപ്പെടുന്നോ അന്നേ നിങ്ങൾ നന്നാവൂ. ഇവിടെ വന്നിട്ട് രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കാൻ നടക്കുക. രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും രാഹുൽ ഗാന്ധി എന്താ പറയുന്നത് ഒന്നും ഇല്ലാതാകില്ല. ഈ പറയുന്ന പിണറായി വിജയൻ അദ്ദേഹം ആദ്യം ഒന്ന് പറയേണ്ടത് തൻ്റെ മകളുടെ മാസപ്പടിയെക്കുറിച്ചാണെന്നേ. അത് ചോദിക്കുമ്പോൾ എന്തിനാണ് അസ്വസ്ഥനാകുന്നത്? അദ്ദേഹം മോദിയെക്കുറിച്ച് പറയുന്നില്ലല്ലോ. അദ്ദേഹം എന്തിനാണ് രാഹുൽ ഗാന്ധിയെ മാത്രം ഇങ്ങനെ പുറകെ നടന്ന് ആക്രമിക്കുന്നത്? അപ്പോൾ രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞു. പറയേണ്ട സാഹചര്യം ഉണ്ടാക്കി പിണറായി വിജയൻ എന്ന് പറയുന്നതല്ലേ ശരി? അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടാക്കുമ്പോൾ മറുപടി പറയുമ്പോൾ പിന്നെ ഞങ്ങളുടെ നേതാവിനെ ചീത്ത വിളിക്കുന്നത് നൽകുമാർ എന്തിനായി ചാനൽ വന്നിരുന്ന് പറയുന്നത്? പറയിച്ചിട്ടല്ലേ? ആ പറയിക്കാനോട് ഇടയാക്കിയത് പിണറായി വിജയൻ തന്നെയല്ലേ? അപ്പോൾ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന പഴമൊഴി മാത്രമാണ് എനിക്ക് അനിൽകുമാറിനെ ബോധ്യപ്പെടുത്താനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ ആ മുദ്രാവാക്യത്തെ കുറിച്ച് ഓർത്തോർത്ത് ഞാൻ ചിരിക്കാൻ, എനിക്ക് ഈ ചാനലിലിരിക്കുന്നതുകൊണ്ട് ചിരിക്കാൻ കഴിയുന്നില്ല. ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ 1.25% വോട്ട് 3 സീറ്റും കിട്ടിയ CPM ആണ് പറയുന്നത് ഞങ്ങൾ ഉണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന്. എങ്കിൽ പിന്നെ കേരളത്തിന് അപ്പുറത്തേക്ക് ഇന്ത്യ വേണ്ടേ? അപ്പോൾ ഇത്തരത്തിൽ തമാശയുള്ള ചിരിപ്പിക്കുന്ന ലോഗോസുമായിട്ട് അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങളുമായിട്ടൊന്നും നിങ്ങൾ രംഗത്ത് വരുന്ന നാണക്കേടാണ് ഒരു CPM-നെ പോലെ ഒരു ദേശീയ പാർട്ടിക്ക്. എന്തായാലും അവർ പിന്നെ പുതിയ ചിഹ്നം തിരക്കി നടക്കുകയാണ്. ഞാൻ ഏതായാലും മരപ്പട്ടി വേണോ ഈരാമ്പച്ചി വേണോ എന്നൊക്കെ തിരക്കി നടക്കുന്ന സാഹചര്യമാണ്. ഏതായാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കഴിവ്, കോൺഗ്രസ് രാഹുൽ ഗാന്ധി ആകില്ല പ്രധാനമന്ത്രിയായി 2004 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായില്ലേ? അനിൽകുമാറെ താങ്കൾ മനസ്സിലാക്കണം, 2004 ഭൂരിപക്ഷം കിട്ടിയപ്പോഴും UPA-യുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ ശ്രീമതി സോണിയാഗാന്ധിയോട് പ്രധാനമന്ത്രിയാകാൻ ഇന്ത്യയിൽ അന്നത്തെ UPA സഖ്യത്തിലെ മുഴുവൻ കക്ഷികളും പറഞ്ഞപ്പോഴും അവർ അത് വേണ്ട എന്ന് സ്വയം ആ സ്ഥാനത്യാഗം നടത്തിയത് കൊണ്ടാണ് മൻമോഹൻ സിംഗ് വന്നത് എന്ന കാര്യം കൂടി താങ്കൾ മറക്കരുത് ഈ അവസരത്തിൽ. അല്ലാതെ നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ല മൻമോഹൻ സിംഗ് അന്ന് പ്രധാനമന്ത്രിയായത്. എല്ലാത്തിനും ഞാനും മുതലേമാനും കൂടി ചേർന്ന് എല്ലാം ചെയ്തു എന്ന് പറയുന്ന രീതിയിലേക്കുള്ള CPM-ന്റെ ആ നിലപാടുണ്ടല്ലോ, അത് നിങ്ങൾ തുടർന്നുകൊള്ളൂ. അത് നിങ്ങളെ എന്നും നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. അപ്പോൾ CPM-നെ സംബന്ധിച്ച് നിങ്ങളോട് ചോദിച്ചിട്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നത്. മുന്നണിയാണോ? മുന്നണിയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനം എത്രാമതെയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെക്കാൾ പിന്നെ തലയെടുപ്പിലും ആൾബലത്തിലും അംഗസംഖ്യയിലും മുമ്പിൽ നിൽക്കുന്ന ഒരുപാട് കക്ഷികളുണ്ട്. നിങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. 2004 നിങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്, ശരിയാണ്. അന്ന് BJP-ക്കെതിരായി നിങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടാം UPA സർക്കാരും വന്നിട്ടുണ്ട്. ഇപ്പോൾ 2024 വീണ്ടും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കഴിവുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യം വേണം. പിന്നെ ശ്രീ ഗോപാലകൃഷ്ണനെ അനിൽകുമാർ പറഞ്ഞതുപോലെയൊക്കെ പിന്നെ ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഗോപാലകൃഷ്ണനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ജൂൺ 4 കഴിയുമ്പോഴും ഞാനും ഗോപാലകൃഷ്ണനും അഭിലാഷും അനിൽകുമാറും ഒക്കെ ഇവിടെ ഉണ്ടാകും. അത് കഴിയുമ്പോഴും നമ്മൾ ചർച്ച നടത്തേണ്ടി വരും. അന്നും താങ്കൾ ഇത് തന്നെ പറയേണ്ടി വരും. തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്താണോ 3ാം സ്ഥാനത്താണോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ വട്ടപൂജ്യമാകുന്ന സാഹചര്യം കേരളത്തിൽ വീണ്ടും സംജാതമാകുകയാണ്. താങ്കൾ ചോദിച്ച ചോദ്യം ശരിയാണ്. സുരേഷ് ഗോപിക്ക് മതമേലധ്യക്ഷന്മാരെ കാണുന്നതിന് വിലക്കുണ്ടോ? ഇല്ല. ഞാൻ ചോദിച്ചത് അതല്ല. സുരേഷ് ഗോപിക്ക് മതമേലധ്യക്ഷന്മാരെ കാണുന്നതിന് വിലക്കില്ലെന്ന് പറയുമ്പോൾ തന്നെ മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി എന്തുകൊണ്ട് പോയില്ല എന്നൊരു ചോദ്യം നിലനിൽക്കും.
നിങ്ങൾ എത്ര ചരിത്രം വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും പിന്നെ താങ്കൾ പറഞ്ഞു എന്താ താങ്കൾ കുറെ കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഞാൻ സമയം ചുരുക്കം പോലും ഞാൻ അതിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. എന്താണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എത്ര പച്ച കള്ളമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പരാജയപ്പെടാൻ പോകുന്നു, NDA മുന്നണി പരാജയപ്പെടാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങൾ ഇല്ലാത്ത നറേഷനുമായിട്ട് രംഗത്ത് വരികയല്ലേ, ഇല്ലാത്ത കള്ളക്കഥകളുമായി നിങ്ങൾ രംഗത്ത് വരികയല്ലേ. ഇതൊക്കെ മനസ്സിലാക്കാൻ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ബോധ്യമുണ്ട്, അവർക്ക് മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ വിലയിരുത്തി തന്നെ നാളെ വോട്ട് ചെയ്യും. നാളെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് വളരെ വിവേകത്തോടു കൂടി പോട്ടെ.